എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഇതുവരെ ആരും കേൾക്കാത്ത ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് അല്ല അതിൻ്റെ വെറൈറ്റി എന്ന് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് മൈദയോ ഗോതമ്പ് പൊടിയോ റവയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പകരം നമ്മുടെയൊക്കെ ഇഡലി മാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഡലി മാവ് എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് കേക്ക് ഇതുവരെ ആരും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി വേറെ ഏതെങ്കിലും ഭാഷയിലൊക്കെ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഡിഫറെൻ്റാണ്, വളരെ സോഫ്റ്റാണ്. മൈദ വെച്ചൊക്കെ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ പഞ്ഞി പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യത്യസ്തമായ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ഞാനിപ്പോൾ 2 ഗ്ലാസ് ദോശയുടെ മാവ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇഡലിയുടെ മാവ്. ഇതിപ്പോൾ പച്ചരി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ദോശയുടെ മാവല്ല കേട്ടോ. നമ്മൾ പച്ചരിയും അതുപോലെ തന്നെ ഉഴുന്നും ചോറും കൂടിയിട്ട് അരയ്ക്കുന്ന ദോശമാവില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനാണെങ്കിൽ 1 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ചോറ്, 1/2 ഗ്ലാസ് ഉഴുന്ന്, ഇങ്ങനെയാണ് ഞാൻ എടുക്കാറുള്ളത്. ലേശം ഉലുവയും ഇടാറുണ്ട്. ആ ഒരു മാവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. തലേ ദിവസം നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചിട്ട് രാവിലെ അല്ലേ ദോശ ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു രാവിലെ തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ പുളി കൂടില്ലേ. ഇപ്പോൾ ദോശമാവ് കാലത്താവുമ്പോൾ അധികം പുളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേഗം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ സൗകര്യം പോലെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. എന്തായാലും പുളി വല്ലാതെ കൂടരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഞാനൊരു 8 ടേബിൾ സ്പൂണാണ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 8-9 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. കുറച്ച് നല്ല മധുരം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കിതിൽ ലേശം ഉപ്പ് വേണം. അപ്പോൾ എൻ്റെ ദോശമാവിൽ നേരിയൊരു ഉപ്പ് രസം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മാവിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആവണം ഈ ഒരു മാവിൽ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ട് ഈ മാവ് യോജിപ്പിച്ച് ചേർക്കണം. ഇതിപ്പോൾ ഞാൻ ഒരുവിധം എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സ്മെല്ലിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂണൊക്കെ വാനില എസൻസ് ചേർത്തോളൂ, എങ്കിലേ കറക്റ്റായിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടുള്ളൂ. ആ ഒരു ദോശമാവിൻ്റെ സ്മെല്ലൊക്കെ ഫുള്ളായിട്ട് പോകണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, അപ്പക്കാരം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു ഓയിലിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു നല്ല കറക്റ്റ് ഒരു കേക്കിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ടാണ് ടീസ്പൂണിൽ മതി കേട്ടോ, 4 ടീസ്പൂൺ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാവും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രം മൂടിയിട്ട് നമ്മൾ ചൂടാക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 5 മിനിറ്റ് ചൂടാക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചീനച്ചട്ടിയിൽ ഒരു അടിയിലൊരു തട്ട് വെച്ചിട്ട് അത് മൂടിയിട്ടാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചീനച്ചട്ടി കേടാവില്ല എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, കരിയില്ലേ എന്നൊക്കെ സംശയമുണ്ട്. അപ്പോൾ കുറച്ച് അടിയിൽ കട്ടിയുള്ള പാത്രം, ചുവട് കട്ടിയുള്ള ഏത് പാത്രം വെച്ചാലും അതിനൊന്നും വരില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഉപ്പൊക്കെ ഇടുമ്പോഴാണ് അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ കേടാവാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അല്ലാണ്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്യുമ്പോൾ പാത്രത്തിന് കേട് വരുന്നതായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. പിന്നെ അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ചുറ്റും ചെറുതായിട്ടൊന്ന് ഓയിൽ തടവിയിട്ട് അടിയിൽ ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാധാരണ A4 ഷീറ്റ് ഇല്ലേ, വൈറ്റ് പേപ്പർ, അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുറച്ച് സമയം വെക്കുക. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ അതിൽ പിടിച്ചിട്ട് ബട്ടർ പേപ്പർ പോലെയാവും. എന്നിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ അടിഭാഗത്തിനനുസരിച്ചിട്ട് അളവ് കറക്റ്റാക്കി അളന്നെടുത്തിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. അത് ഇതുപോലെ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അടിയിൽ ഒട്ടും പിടിക്കില്ല, കേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊന്തുന്ന പോലെ ഉണ്ട് ഈ ഒരു മാവ്. ഇനി നമുക്കിത് വേഗം തന്നെ നമ്മുടെ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ചൂടായിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇത് വെക്കുകയാണ് ബേക്ക് ചെയ്യാനായിട്ട്.
ഞാനിങ്ങനെ കറക്റ്റായിട്ട് മൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു പാത്രത്തിൽ ഈ മൂടി മുട്ടാനൊന്നും പാടില്ല. അങ്ങനത്തെ മൂടി വേണം എടുക്കാൻ. അതുപോലെ തന്നെ ആവിയൊന്നും പുറത്തോട്ടും പോകാൻ പാടില്ല കേട്ടോ. നല്ലൊരു മൂടി തന്നെ തിരഞ്ഞെടുക്കണം. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നന്നായിട്ട് അടഞ്ഞിരുന്നോളും. ആദ്യത്തെ 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ടോട്ടൽ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ഒരു ക്രീം തയ്യാറാക്കാം. ഇതുപോലൊരു സ്ക്വയർ വെച്ച് ഇൻസെർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് എടുത്ത് മാറ്റാം കേട്ടോ. ക്രീമിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 3/4 ഗ്ലാസ് പാലെടുക്കുക. പാലില്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയിട്ട് എടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കോൺഫ്ലോർ വെച്ച് ചെയ്തപ്പോൾ എല്ലാവരും മൈദ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മൈദ വെച്ചിട്ട് കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഫ്ലെയിം ഓൺ ആക്കണ്ട, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഓൺ ആക്കിയാൽ മതി കേട്ടോ. കുറച്ച് മൈദപ്പൊടി അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അതുപോലെ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ കൊക്കോ പൗഡർ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. പൊടിച്ച പഞ്ചസാര ചേർത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. അതും കൂടെ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ മതി. കണ്ടോ, ഒട്ടും കട്ടയില്ലാണ്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ, ഒരു ടീസ്പൂണൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു തിളക്കം കിട്ടും, അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, എന്നാലും ബട്ടർ ചേർത്താലാണ് കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ കുറച്ച് വാനില എസൻസും കൂടി ചേർത്താൽ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാവും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ബട്ടറും വാനില എസൻസൊക്കെ ചേർത്താൽ മതി കേട്ടോ. ബട്ടർ ഉരുകാനായിട്ട് ആ ഒരു ചൂട് തന്നെ മതി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുമ്പോൾ കേക്കിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ചോക്ലേറ്റ് സിറപ്പ് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഈ ഒരു കേക്ക്. മൈദ വെച്ച് ചെയ്യുന്ന കേക്കിനേക്കാളും നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് ഈ ഒരു കേക്കിന്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഷുഗർ സിറപ്പ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉള്ളതുകൊണ്ട് ഞാൻ ഷുഗർ സിറപ്പ് ഒന്നും ആക്കുന്നില്ല. അല്ലാണ്ട് തന്നെ ആ ഒരു ക്രീം സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ സൂപ്പർ സോഫ്റ്റ്നെസ് ഉള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. യൂട്യൂബിൽ തന്നെ ആദ്യത്തെ റെസിപ്പി ആയിരിക്കും ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരിക. ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അതിനൊരുപാട് താങ്ക്സ്. നിങ്ങൾ ഉണ്ടാക്കിയെന്നും സക്സസ് ആയിന്നൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷമാണ്. അത് പിന്നെയും പുതിയ റെസിപ്പീസ് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക എനർജിയാണ്. നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെയാണ്. എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ പുതിയ ചാനൽ പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ കോഫി പൗഡറൊക്കെ വെച്ചിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ കോഫി പൗഡർ കാണുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു കേക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി യൂസ് ചെയ്യാമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് മൈദപ്പൊടി യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഗോതമ്പിനേക്കാൾ എന്തായാലും ടേസ്റ്റ് കൂടുതൽ മൈദയ്ക്ക് തന്നെയായിരിക്കും. പിന്നെ ഞാൻ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ചോദിക്കുന്നതുകൊണ്ടാണ്
ബദാം പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്തത്. അത് ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു, നന്നായിട്ടുണ്ട് ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും അത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായവും പറയണം. അപ്പോൾ ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്